അന്വേഷണത്തോട് സഹകരിക്കാതെ ഓൺലൈൻ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ തായ്വാൻ ഖാൻ. മലപ്പുറത്ത് അരുംകൊല, അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി മകൻ. ചികിത്സ തേടിയെത്തിയ ആളുടെ മർദ്ദനമേറ്റ് ആശുപത്രി ജീവനക്കാരൻ. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. ചേർത്തലയിലെ 7.5 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ തായ്വാൻ ഖാൻ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ്. കുറ്റകൃത്യം ആസൂത്രണം ചെയ്തത് മുതലുള്ള ചോദ്യങ്ങളോട് പ്രതികൾ പ്രതികരിക്കാത്തതാണ് പോലീസിന് തലവേദനയാകുന്നത്. ചൈനീസ് ഭാഷ അറിയാവുന്ന വിദഗ്ധനെ നിയോഗിച്ചാണ് ചോദ്യം ചെയ്യൽ. കേരളത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പിൽ പ്രതികളെ കേരളത്തിലെത്തിച്ചെങ്കിലും ചോദ്യം ചെയ്യൽ പോലീസിന് വെല്ലുവിളിയാകുന്നു. രാജ്യാന്തര സാമ്പത്തിക കുറ്റവാളികളായ വെയ്ൻ ചുങ് വാൻ, ഷെയ്ൻ വെയ്ഹോ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. എന്നാൽ ഇന്ത്യയിലെത്തിയ സഞ്ചാരികളാണ് തങ്ങളെന്നും തട്ടിപ്പിൽ ബന്ധമില്ലെന്നുമാണ് പ്രതികൾ പറയുന്നത്. ചൈനീസ് ഭാഷ അറിയാവുന്ന വിദഗ്ധനെ ഉപയോഗിച്ചാണ് ചോദ്യം ചെയ്യൽ. ക്രൈംബ്രാഞ്ച് സംഘത്തിനൊപ്പം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നുള്ള 2 ഉദ്യോഗസ്ഥരും ചേർന്നാണ് കേസ് അന്വേഷണം. പ്രതികൾ ഇന്ത്യയിലെത്തിയത് എങ്ങനെയെന്നും ഇവരുടെ സഞ്ചാര വഴികൾ ഏതൊക്കെയെന്നുമാണ് IB സംഘം പ്രധാനമായും അന്വേഷിക്കുന്നത്. അന്വേഷണവുമായി സഹകരിക്കാത്ത പ്രതികൾ കേസുമായി ബന്ധമില്ലാത്ത മറ്റു കാര്യങ്ങളിൽ പ്രതികരിക്കുന്നുണ്ടെന്നും പോലീസ് പറയുന്നു. തട്ടിയെടുത്ത പണം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലോ മറ്റു കേന്ദ്രങ്ങളിലോ സൂക്ഷിച്ചിട്ടുണ്ടാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. ജില്ലാ പോലീസിനൊപ്പം ആലപ്പുഴയിലെയും എറണാകുളത്തെയും സൈബർ വിഭാഗവും കേസ് അന്വേഷണത്തിനുണ്ട്. ചേർത്തല കോടതി 8 ദിവസത്തേക്കാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ജനം, ആലപ്പുഴ. ഇസ്രായേലിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ ഒരാൾ പിടിയിൽ. കൊടുങ്ങല്ലൂർ സ്വദേശി മേക്കാട്ടുപറമ്പിൽ ആൽവിൻ ജോർജിനെയാണ് കോഴിക്കോട് കുന്നമംഗലം പോലീസ് പിടികൂടിയത്. കുന്നമംഗലം സ്വദേശിയായ യുവതിയിൽ നിന്നാണ് പണം തട്ടിയെടുത്തത്. ഇസ്രായേലിൽ നഴ്സിംഗ് ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്യുന്ന യുവതിയിൽ നിന്നും പണം തട്ടുകയായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഇസ്രായേലിൽ ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ യുവതിയുടെയും ഭർത്താവിന്റെയും കയ്യിൽ നിന്ന് ഗൂഗിൾ പേ വഴിയും അല്ലാതെയുമായി 10,85,000 രൂപ ആൽവിനും കൂട്ടുപ്രതിയും ചേർന്ന് കൈവശപ്പെടുത്തിയത്. വഞ്ചിക്കപ്പെട്ടു എന്നറിഞ്ഞതോടെ യുവതി നൽകിയ പരാതിയിലാണ് കൊടുങ്ങല്ലൂർ സ്വദേശി മേക്കാട്ടുപറമ്പിൽ ആൽവിൻ ജോർജ് പിടിയിലായത്. യുവതിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരവെ കുന്നമംഗലത്ത് വെച്ചാണ് പ്രതി പിടിയിലായത്. കുന്നമംഗലം SI ബാലകൃഷ്ണനും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഒളിവിലുള്ള കൂട്ടുപ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് വ്യക്തമാക്കി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജനം, കോഴിക്കോട്. ജോലി വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ കൈപ്പറ്റിയ കൊല്ലത്തെ മുസ്ലിം ലീഗ് നേതാവ് മുൻപും തട്ടിപ്പ് നടത്തിയതിന്റെ വിവരങ്ങൾ പുറത്ത്. ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി പറ്റിച്ചത് നിരവധി പേരെയാണ്. മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കളടക്കം പ്രചാരണത്തിന്റെ ഭാഗമായിരുന്നു. ഇരയായവർ ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തെ കണ്ട് പരാതി പറഞ്ഞെങ്കിലും ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ല. KMLL ജോലി വാഗ്ദാനം നൽകി 25 ലക്ഷം തട്ടിച്ച മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗമായിരുന്ന അബ്ദുൾ വഹാബ് മുൻപും തട്ടിപ്പ് കേസുകളിലെ പ്രതിയായിരുന്നു. അൽ സലാമത്ത് ഹജ്ജ് ഉംറ സർവീസ് എന്ന പേരിൽ ഹജ്ജ് വിസ തരപ്പെടുത്താമെന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് മുൻപ് നിരവധി പേരിൽ നിന്നും പണം വാങ്ങി. മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൾ സമദ് സബദാനിയെ അടക്കം എത്തിച്ചായിരുന്നു ക്യാമ്പ് നടത്തിയത്. എന്നാൽ ലക്ഷങ്ങൾ നൽകിയവർ ഇന്ന് പണം തിരികെ കിട്ടാൻ നിയമ പോരാട്ടം നടത്തുകയാണ്. വഞ്ചിതരായ നിരവധി പേര് നമ്മുടെ എടപ്പള്ളിക്കോട്ട, ശാസ്താംകോട്ട, തിരുവനന്തപുരം ഭാഗത്ത് ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്നും നിരവധി സ്ത്രീകളുടെ കയ്യിൽ നിന്നാണ് അയാൾ പൈസ കൈപ്പറ്റിയിരിക്കുന്നത്. അവരെല്ലാം ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ വന്ന് കരയെ നിലവിളിക്കുകയൊക്കെ ചെയ്തെങ്കിലും പൈസയൊന്നും കിട്ടിയിട്ടില്ല. പണം നൽകിയവരെ പലതും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. എന്നാൽ ഹജ്ജ് കർമ്മച്ചടങ്ങുകൾ അവസാനിച്ചിട്ടും യാത്രയുണ്ടായില്ല. വഞ്ചിക്കപ്പെട്ടവർ പാണക്കാടെത്തി മുസ്ലിം ലീഗ് നേതൃത്വത്തെ കണ്ട് പ്രശ്നങ്ങൾ ബോധിപ്പിച്ചിട്ടും നടപടിയുണ്ടായില്ല. സംസ്ഥാന നേതാക്കന്മാരെയൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്. ലീഗ് നേതാക്കന്മാർ, അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ ET മുഹമ്മദ് ബഷീർ, ഇവരെയൊക്കെ നമ്മൾ പരാതി പറഞ്ഞിട്ടുണ്ട്. അയാളെ ലീഗിൽ നിന്നെങ്കിലും മാറ്റി നിർത്തണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? അവരിൽ നിന്നും അവർ കാശ് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ അയാളുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നല്ലാതെ
വേറെ മറ്റ് നടപടിയൊന്നും അവരിൽ നിന്നും ഉണ്ടായിട്ടില്ല. പണം തിരികെ ചോദിച്ചവരെ അബ്ദുൾ വഹാബ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ ശാസ്താംകോട്ട, ശൂരനാട്, ചവറ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസുകൾ നിലവിലുള്ളത്. ജനം, കൊല്ലം. മലപ്പുറം കാവപ്പുരയിൽ കൊടും ക്രൂരത. മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. 62-കാരിയായ നന്നാട്ട് ആമിനിയാണ് കൊല്ലപ്പെട്ടത്. മകൻ മുസമ്മലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നു രാവിലെ 7 മണിയോടെയാണ് സംഭവം. അമ്മയും മകനും തമ്മിലുള്ള ചെറിയ വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. വാക്കുതർക്കത്തിന് ശേഷം അടുക്കളയിലെത്തിയ ആമിനയെ മകൻ മുസമ്മിൽ പിറകിലൂടെ എത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ചും മർദ്ദിച്ചു. സമീപവാസികൾ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മകൻ വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു. പൊന്മുണ്ടം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് കാവപ്പുര. മുസമ്മിൽ മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്ന് പോലീസ് പറഞ്ഞു. ഇറച്ചിവെട്ടുകാരനായ മുസമ്മിലിന്റെ ബാപ്പ ജോലിക്ക് പോയിരുന്നു. അക്രമം നടക്കുമ്പോൾ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ജനം, മലപ്പുറം. കേരള തമിഴ്നാട് അതിർത്തിയിൽ വൻ കഞ്ചാവ് വേട്ട. കന്യാകുമാരി പോലീസ് നടത്തിയ രഹസ്യ പരിശോധനയിൽ 4 പേർ പിടിയിലായി. പ്രതികളിൽ നിന്ന് 2 കിലോ കഞ്ചാവും 2 ബൈക്കുകളും പോലീസ് പിടിച്ചെടുത്തു. രാസലഹരിക്കെതിരെ പ്രത്യേക സേനാ സംവിധാനത്തെ തന്നെ കന്യാകുമാരി ജില്ലയിൽ തമിഴ്നാട് പോലീസ് വിന്യസിച്ചിരുന്നു. അരുമനയ്ക്കടുത്ത് തെരുവിളൈ, ആലങ്കോട് മേഖലയിൽ നിന്നാണ് വൻ കഞ്ചാവ് പിടികൂടിയത്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പോലീസ് പരിശോധന. കഞ്ചാവ് വിൽപ്പനയ്ക്കായി എത്തിയ പനിച്ചുമൂട് സ്വദേശികളായ സലീം രാജ്, അബ്ദുൾ ഷമീം എന്നിവരെയും വാങ്ങാനെത്തിയ ദേവിയോട് സ്വദേശികളായ അനീസും ലിബിനുമാണ് പിടിയിലായത്. പ്രതികളിൽ നിന്ന് വൻ കഞ്ചാവ് ശേഖരണവും 2 ബൈക്കുകളും പോലീസ് പിടിച്ചെടുത്തു. അതിർത്തികൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ശക്തമാക്കിയതിനെ തുടർന്നുള്ള പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇവർ കുടുങ്ങിയത്. ശക്തമായ പരിശോധനയാണ് അതിർത്തികളിൽ പോലീസ് നടത്തുന്നത്. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം ബാലരാമപുരത്ത് വൻ കഞ്ചാവ് വേട്ട. ഷാഡോ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ 45 കിലോ കഞ്ചാവ് പിടികൂടി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ബാലരാമപുരം നരുമാമൂട് പരിസരത്ത് 45 കിലോ കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. റഹീദ്, ഷാനവാസ് എന്നിവരാണ് സിറ്റി ഷാഡോ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വിശാഖപട്ടണത്ത് നിന്നും 45 കിലോ കഞ്ചാവുമായി മണക്കാട് ഭാഗത്തെത്തിയ പ്രതികൾ പാരാർകുഴിയിലെ റഫീഖിന്റെ വാടക വീട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചും അന്യസംസ്ഥാന തൊഴിലാളികൾക്കുമാണ് പ്രതികൾ പൊതുവെ കഞ്ചാവ് എത്തിക്കുന്നതെന്നാണ് പോലീസ് കണ്ടെത്തൽ. മറ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, തിരുവനന്തപുരം. കൊല്ലത്ത് പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിവന്ന അന്തർ സംസ്ഥാന മോഷ്ടാവ് അറസ്റ്റിൽ. കുന്നിക്കോട് വിളക്കുടി സ്വദേശി ഷിബുവാണ് അറസ്റ്റിലായത്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ നടന്ന മോഷണ കേസിൽ ഇയാൾ മുമ്പും അറസ്റ്റിലായിട്ടുണ്ട്. അന്തർ സംസ്ഥാന മോഷ്ടാവും നിരവധി കേസുകളിലെ പ്രതിയുമായ ഷിബുവിനെയാണ് പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷിജു എന്ന പേരിലും സുജിത്ത് എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന പ്രതി മുൻകാലങ്ങളിൽ കേരളത്തിലെ വിവിധ ജില്ലകൾക്ക് പുറമെ തമിഴ്നാടും ആന്ധ്രാപ്രദേശും അടക്കം നിരവധി സംസ്ഥാനങ്ങളിൽ 100-ലേറെ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുനലൂർ ഫയർ സ്റ്റേഷൻ എതിർവശത്തുള്ള വീട്ടിലെ മോഷണത്തിന് പിന്നിൽ ഷിബു ആണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പിന്നാലെയാണ് ഇളമ്പൽ പാപ്പാരംകോട് വെച്ച് പുനലൂർ പോലീസ് പ്രതിയെ സാഹസികമായി പിടികൂടിയത്. ഈ സമയം ഷിബു ബ്ലേഡും മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ച് പോലീസ് സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിനിടെ ഷിബുവിന്റെ കൂടെയുണ്ടായിരുന്ന സഹായി സനോജ് രക്ഷപ്പെടുകയായിരുന്നു. മറ്റൊരു മോഷണ കേസിൽ ഷിബു മുൻപ് അറസ്റ്റിലായിട്ടുണ്ട്. ജയിലിൽ നിന്നിറങ്ങി 4 മാസങ്ങൾക്ക് ശേഷമാണ് ഇയാൾ വീണ്ടും പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന രീതിയാണ് ഷിബുവിന്റേത്. വീടിന്റെ വാതിൽ പൊളിച്ച് അകത്ത് കടന്നിരുന്ന ഇയാൾ
വിലപിടിപ്പുള്ളതും എളുപ്പത്തിൽ കൈക്കലാക്കാൻ പറ്റുന്ന സാധനങ്ങളും മോഷ്ടിക്കും. ഇത്തരത്തിലുള്ള മോഷണ വസ്തുക്കൾ വിൽക്കാൻ സഹായിച്ചിരുന്ന ആളായിരുന്നു സനോജ്. സമീപ പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ സമാന രീതിയിലുള്ള മോഷണങ്ങൾ നടന്നിരുന്നു. ഇതിനു പിന്നിലും ഷിബു തന്നെയാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ജനം, കൊല്ലം. കണ്ണൂരിൽ വയോധികയെ തള്ളിയിട്ട് മാല കവർന്ന സംഭവത്തിൽ മോഷ്ടാവിനെ പിടികൂടി പോലീസ്. നാറാത്ത് സ്വദേശിയും സെക്യൂരിറ്റി ജീവനക്കാരനുമായ ഇബ്രാഹിമാണ് പിടിയിലായത്. പനയൻ ഹൗസിൽ കാർത്യായനിയുടെ മാലയാണ് പ്രതി മോഷ്ടിച്ചത്. സ്വർണ്ണമാല പൊട്ടിക്കാനുള്ള ശ്രമത്തിനിടെ പ്രതിക്ക് കിട്ടിയത് റോഡ് ഗോൾഡ് ആഭരണമായിരുന്നു. ഇന്നലെ രാവിലെ 11:30യോടെയാണ് സംഭവം. പള്ളിക്കുന്നിൽ ബസ് ഇറങ്ങി വീട്ടിലേക്കുള്ള യാത്രക്കിടെ വയോധികയെ സ്കൂട്ടർ യാത്രക്കാരനായ ഇബ്രാഹിം പിന്തുടരുന്നുണ്ടായിരുന്നു. റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ പേരറിയുമോ എന്നും സ്ത്രീയോട് അന്വേഷിച്ചിരുന്നു. തുടർന്ന് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് സ്കൂട്ടർ നിർത്തിയ ശേഷം വീണ്ടും വയോധികയോട് ആളെക്കുറിച്ച് ചോദിച്ചതിന് ശേഷമാണ് വണ്ടി നിർത്തി ചവിട്ടി തള്ളിയിട്ട് മാല കവർന്നത്. പ്രതിയുടെ ദൃശ്യങ്ങൾ സ്ഥലത്തെ ഒരു വീട്ടിലെ CCTVയിൽ പതിഞ്ഞിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് മണിക്കൂറുകൾക്കകം പ്രതിയായ ഇബ്രാഹിമിനെ പിടികൂടിയത്. ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് തന്നെയാണ് വീഴ്ചയിൽ മുട്ടിന് പരിക്കേറ്റ സ്ത്രീയെ പ്രാഥമിക ചികിത്സകൾ നൽകാനായി ആശുപത്രിയിൽ കൊണ്ടുപോയതും തിരികെ വീട്ടിലെത്തിച്ചതും. ജനം, കണ്ണൂർ. ഇടുക്കിയിൽ വൻ വാറ്റുചാരായ വേട്ട. 245 ലിറ്റർ വാറ്റുചാരായം പിടികൂടി. വാറ്റുചാരായം നിർമ്മിച്ച് സൂക്ഷിച്ച കമ്പംമെട്ട് കട്ടേക്കാനം ചക്രപാണി എന്ന് വിളിക്കുന്ന സന്തോഷിനെയും അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇടുക്കിയിൽ പിടികൂടിയ ഏറ്റവും വലിയ ചാരായ വേട്ടയാണിത്. നിരവധി അബ്കാരി കേസുകളിൽ പ്രതിയായ ചക്രപാണി എന്ന് വിളിക്കുന്ന സന്തോഷ് വ്യാജചാരായം നിർമ്മിച്ച് സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് CI മനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘം കാട്ടേക്കാനത്തുള്ള ചക്രപാണി സന്തോഷിന്റെ വീട്ടിലെത്തിയത്. ആദ്യം വീട്ടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 35 ലിറ്ററിന്റെ ഒരു കന്നാസ് ചാരായം പിടികൂടി. ബാക്കിയുള്ള 6 കന്നാസുകളും സന്തോഷ് പറമ്പിൽ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇവ കണ്ടെത്തുന്നതിനായി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ പറമ്പാകെ കിളച്ചു നോക്കേണ്ടി വന്നു. ഒടുവിൽ വിവിധയിടങ്ങളിലായി കുഴിച്ചിട്ടിരുന്ന 6 കന്നാസുകൾ കൂടി കണ്ടെത്തി. അടിമാലി നാർക്കോട്ടിക് സ്ക്വാഡ് കമ്പംമെട്ട് കട്ടേക്കാനം ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് 245 ലിറ്റർ ചാരായമായി കട്ടേക്കാനം സ്വദേശി ചക്രപാണി സന്തോഷ് എന്ന് വിളിക്കുന്ന സന്തോഷ് പിടിയിലാവുന്നത്. രഹസ്യവിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നാർക്കോട്ടിക് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് അടിമാലി ഈ മേഖലയിൽ പരിശോധന നടത്തുന്നത്. ടേണിൽ നിന്ന് വീട്ടിലും അതുപോലെ തന്നെ പുരയിടത്തിൽ കുഴിച്ചിട്ട നിലയിലുമായി 245 ലിറ്റർ ചാരായമാണ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രതിയെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിൻ്റെ തുടരന്വേഷണത്തിനായിട്ട് കേസ് റെക്കോർഡുകളും തൊണ്ടിമുതലുകളും അതുപോലെ പ്രതിയെയും ഉടുമ്പൻചോല റേഞ്ചിന് കൈമാറുന്നതാണ്. വാറ്റുചാരായം എവിടെ വെച്ചാണ് നിർമ്മിച്ചത് എന്നതടക്കം അന്വേഷിച്ചു വരികയാണ്. അതിർത്തി ഗ്രാമങ്ങളിലും എസ്റ്റേറ്റ് മേഖലകളിലും കേന്ദ്രീകരിച്ച് വാറ്റുചാരായം വിൽക്കുന്ന ഹോൾസെയിൽ വ്യാപാരിയാണ് ഇയാൾ എന്നതാണ് എക്സൈസിന് കിട്ടിയിരിക്കുന്ന വിവരം. നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് കേസ് നെടുങ്കണ്ടം എക്സൈസിന് കൈമാറി. ജനം, ഇടുക്കി. കൊല്ലം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ജീവനക്കാരന് മർദ്ദനമേറ്റതായി പരാതി. ചികിത്സയ്ക്കായി എത്തിയ ആളാണ് നഴ്സിംഗ് അസിസ്റ്റന്റിനെ മർദ്ദിച്ചത്. ഇയാളെ കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയാണ് സംഭവം. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റായ കബീറിനാണ് മർദ്ദനമേറ്റത്. കോട്ടപ്പുറം സ്വദേശി ആദർശ് മോഹനാണ് അക്രമം നടത്തിയത്. മദ്യപിച്ചുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ ആദർശ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയിരുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇയാൾക്ക് ചികിത്സ നൽകി. മരുന്ന് വെച്ച് മുറിവിൽ ഡ്രസ് ചെയ്തു വിട്ടതിനു പിന്നാലെ ഇയാൾ വീണ്ടും അതിക്രമിച്ചെത്തി. ഡോക്ടർമാരെയും ജീവനക്കാരെയും അസഭ്യം പറഞ്ഞ ആദർശിനെ നഴ്സിംഗ് അസിസ്റ്റന്റ് പുറത്തിറക്കാൻ ശ്രമിച്ചു. ഈ സമയത്താണ് കബീറിന് മർദ്ദനമേൽക്കുന്നത്. മദ്യവെച്ചെത്തിയ ഒരാൾ ഓപ്പിൽ കാഷ്വാലിറ്റിയിൽ വന്ന് ബഹളം ഉണ്ടാക്കുകയും പുള്ളിക്കാരന് മുറിവുണ്ടായിരുന്നു. വേറെ ആരോ 3 പേര് അദ്ദേഹത്തെ അടിച്ചാണ് അവിടെ വരുന്നത്. ഓപ്പിൽ വന്ന് ബഹളം ഉണ്ടാക്കി. അങ്ങനെ ഡ്രസ്സിംഗ് റൂമിൽ കയറ്റി ഡ്രസ്സിങ് എല്ലാം ചെയ്ത് ഇനി പുറത്തിറങ്ങി. അതിനുശേഷം വേറൊരു പേഷ്യൻറ്റിനെ അകത്ത് കയറ്റി
ഡ്രസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കൂടെ 2 ഹൗസ് സർജന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് വന്ന് പുള്ളിക്കാരൻ ബഹളം ഉണ്ടാക്കി, നിനക്കവിടെ എന്തോടെ പരിപാടി, അവിടെ 2 പെണ്ണുങ്ങളുമായിട്ട് എന്തോടെ പരിപാടി എന്ന് പറഞ്ഞ് മോശമായ രീതിയിൽ, വളരെ മോശമായ രീതിയിൽ ചീത്ത വിളിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം പുള്ളിയെ വെളിയിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് എന്നെ അടിച്ചു. അങ്ങനെ വെളിയിൽ നിന്ന് ആംബുലൻസ് ഡ്രൈവർമാരും മറ്റും വന്ന് ഇദ്ദേഹത്തെ പുറത്താക്കി. തുടർന്ന് ഹോസ്പിറ്റൽ അധികൃതരും നാട്ടുകാരും ചേർന്ന് ഇയാളെ തടഞ്ഞു വെക്കുകയായിരുന്നു. പിന്നാലെ പോലീസിനെ വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ കടക്കൽ പോലീസ് ആദർശ് മോഹനെ കസ്റ്റഡിയിലെടുത്തു. ജീവനക്കാരന്റെ പരാതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഇത് 2ാം തവണയാണ് ജീവനക്കാർക്ക് മർദ്ദനമേൽക്കുന്നത്. ജനം, കൊല്ലം. തൃശൂർ ചെമാപ്പള്ളിയിൽ നിന്ന് ബംഗ്ലാദേശ് സ്വദേശികളെന്ന് സംശയിക്കുന്ന 3 പേരെ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. രഹസ്യ വിവരത്തെ തുടർന്നാണ് നടപടി. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ചെമ്മാപ്പള്ളിയിൽ ആക്രിക്കടയിൽ തൊഴിൽ ചെയ്യുകയായിരുന്ന ബംഗ്ലാദേശികളെന്ന് സംശയിക്കുന്നവരെ തേടി പുലർച്ചെയാണ് പോലീസ് എത്തുന്നത്. 2 പേർ ഓടി രക്ഷപ്പെട്ടു. ഓടിപ്പോയവർ ഏത് ദേശക്കാരാണെന്ന് അറിവായിട്ടില്ല. കസ്റ്റഡിയിലെടുത്തവർക്ക് കൈവശം മതിയായ രേഖകളില്ല. ഇവർ കൊൽക്കത്ത സ്വദേശികളാണെന്നാണ് ചോദ്യം ചെയ്തപ്പോൾ പോലീസിനോട് ആദ്യം പറഞ്ഞതെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇത് പോലീസ് മുഖവരക്കെടുത്തിട്ടില്ല. അന്തിക്കാട് പോലീസ് ഇവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ശേഷമായിരിക്കും തുടർ നടപടികൾ. ജനം, തൃശൂർ. പരാതിക്കാരിൽ നിന്നും കൈക്കൂലി വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ച് സംസ്ഥാന സർക്കാർ. പുനലൂർ മുൻ ഡിവൈഎസ്പി വിനോദിനെതിരെ വിജിലൻസ് അന്വേഷണമില്ല. അച്ചടക്ക നടപടിക്ക് DGPയുടെ ശുപാർശ ഉണ്ടായിട്ടും സർവീസിൽ തുടർന്നുകൊണ്ടുള്ള വകുപ്പ് തല അന്വേഷണത്തിനാണ് സർക്കാർ ഉത്തരവിട്ടത്. അഞ്ചൽ രാമഭദ്രൻ വധക്കേസിൽ കൂറുമാറിയ പുനലൂർ മുൻ ഡിവൈഎസ്പി വിനോദിനെയാണ് കൈക്കൂലി കേസിൽ സർക്കാർ സംരക്ഷിക്കുന്നത്. 2022 സ്വർണം മോഷണം പോയ കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനിൽ നിന്നും പുനലൂർ ഡിവൈഎസ്പി ആയിരുന്ന വിനോദ് പണം വാങ്ങിയതായാണ് കണ്ടെത്തൽ. 4.5 കിലോഗ്രാം സ്വർണം കവർന്ന കേസിൽ സ്വർണം കണ്ടെടുത്തു നൽകാമെന്ന് പറഞ്ഞാണ് ഇടനിലക്കാർ വഴി 15 ലക്ഷം കൈപ്പറ്റിയത്. സ്വർണം തിരികെ കിട്ടാതായതോടെ പരാതിക്കാരന്റെ ആവശ്യപ്രകാരം മുഴുവൻ തുകയും ഇടനിലക്കാർ വഴി മടക്കി നൽകേണ്ടി വന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം റേഞ്ച് DIG മുഖേന ഡിവൈഎസ്പിക്കെതിരെ അന്വേഷണം നടന്നത്. DIGയുടെ അന്വേഷണത്തിൽ വിനോദ് പണം വാങ്ങിയതായി കണ്ടെത്തുകയും തുടർന്ന് അച്ചടക്ക നടപടികൾക്ക് DGP സർക്കാരിനോട് ശുപാർശ ചെയ്യുകയും ചെയ്തു. എന്നാൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ വിജിലൻസ് അന്വേഷണമുണ്ടായില്ല. DGPയുടെ ശുപാർശ ഉണ്ടായിരുന്നിട്ടും അച്ചടക്ക നടപടി സ്വീകരിക്കാതെ വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിലനിർത്തിക്കൊണ്ടുള്ള വകുപ്പുതല അന്വേഷണത്തിനാണ് സർക്കാർ ഉത്തരവിട്ടത്. ചില പ്രത്യേക താൽപര്യങ്ങൾക്കനുസരിച്ച് ഉദ്യോഗസ്ഥനെ സർവീസിലെ ഉന്നത പദവികളിലേക്ക് എത്തിക്കുന്നതിനായുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അന്വേഷണത്തിൽ പണം വാങ്ങിയെന്ന് കണ്ടെത്തിയിട്ടും അച്ചടക്ക നടപടി സ്വീകരിക്കാത്തതും വിജിലൻസ് അന്വേഷണത്തിന് വിടാത്തതും ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുവാനുള്ള ഇടതു സർക്കാരിന്റെ നീക്കമാണെന്ന് വ്യക്തം. ജനം, കൊല്ലം. കണ്ണൂർ തലശ്ശേരിയിൽ പോലീസിനെതിരെ CPM ഗുണ്ടായിസം. പോലീസ് കസ്റ്റഡിയിലെടുത്തയാളെ CPM പ്രവർത്തകർ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ചു. പോലീസുകാരെ പൂട്ടിയിട്ട ശേഷമാണ് പ്രതിയെ മോചിപ്പിച്ചത്. തലശ്ശേരി മനോളിക്കാവിൽ സംഘർഷമുണ്ടാക്കിയ CPM പ്രവർത്തകരെ പിടികൂടാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. അതേസമയം പോലീസുകാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് FIR-ൽ പറയുന്നു. ഇക്കഴിഞ്ഞ 19-ാം തീയതി മണോളിക്കാവിൽ തലശ്ശേരി SI ഉൾപ്പെടെ 4 പോലീസുകാരെ ആക്രമിച്ച 25 CPMകാർക്കെതിരെ കേസെടുത്തിരുന്നു. പ്രതികൾ മണോളിക്കാവിൽ എത്തിയിട്ടുണ്ടെന്ന വിവരമറിഞ്ഞ് ഇന്നലെ വൈകിട്ട് പോലീസ് സംഘം വീണ്ടും അവിടെ എത്തി. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിൽ കയറ്റുന്നതിനിടെ CPM പ്രവർത്തകർ സംഘടിച്ചെത്തി തടഞ്ഞു. തുടർന്ന് പോലീസുകാരെ കാവിനുള്ളിൽ പൂട്ടിയിട്ട ശേഷം പ്രതികളുമായി CPMകാർ കടന്നു കളഞ്ഞു. പോലീസുകാരെ കയ്യേറ്റം ചെയ്ത ശേഷമായിരുന്നു പ്രതികളെ മോചിപ്പിച്ചു കൊണ്ടുപോയത്. സംഭവത്തിൽ CPMന്റെ പ്രാദേശിക നേതാക്കളടക്കം 55 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പോലീസിനെ ഭീഷണിപ്പെടുത്തിയതിനും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ്. അതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് CPMലെ സ്ഥിരം ക്രിമിനലും കൊലപാതക കേസിലെ പ്രതിയുമായ ലിനീഷിനെ പോലീസ് പിടികൂടി. ജനം, കണ്ണൂർ. തൃശൂർ മാള ഗ്രാമപഞ്ചായത്തിൽ കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നുവെന്ന പരാതി. മാള ഹോളി ഗ്രേസ് അക്കാദമിയിൽ നിന്ന് കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നുവെന്നാണ് പരാതി. കിലോമീറ്ററുകൾ നീളമുള്ള തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിയതോടെ സമീപത്തെ കിണറുകളിൽ ഉൾപ്പെടെ മാലിന്യം നിറഞ്ഞ അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം.
മാള ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സുകളൊന്നായ തോട്ടിലേക്ക് ഹോളി ഗ്രേസ് കോളേജിൽ നിന്ന് കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുന്നതായാണ് പരാതി. വേനൽ ശക്തമായി തോട്ടിലെ വെള്ളം നീരുറവയായി കിണറ്റിലേക്ക് എത്തിത്തുടങ്ങിയതോടെ കിണറുകളും മാലിന്യമായെന്ന് നാട്ടുകാർ പറയുന്നു. അസഹനീയമായ ദുർഗന്ധം മൂലം സമീപവാസികൾക്ക് വീട്ടിലിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തോട്ടിലെ വെള്ളത്തിൽ കൈ കഴുകി കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതരടക്കം നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. അപ്പുറത്തൊരു തോടുണ്ട്, അതായത് ഈ പാടത്തിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഞങ്ങളുടെ അതിൻ്റെ അടുത്താണ് വീട്. ഈ ഹോളി ഗ്രേസുകാർ അവിടുന്ന് കക്കൂസിൻ്റെ മാലിന്യം കംപ്ലീറ്റ് അതിൽ കൂടെ ഒഴുകി പോകുന്നുണ്ട്. ഇപ്പോൾ വെള്ളം വരാത്ത സമയമാണ്. എന്നാലും ഇവരെ ഈ കക്കൂസ് വെള്ളമാണ് ഇപ്പോൾ പോണത്, വേറെ വെള്ളമൊന്നുമില്ല. അതിന് വാസന അടിച്ചിട്ട് അവിടെ നിൽക്കാൻ പറ്റും. ഇപ്പോൾ കിണറിലേക്കൊക്കെ ഇതിൻ്റെ ഇതുണ്ട്. ഇപ്പോൾ കിണറിന് വെള്ളം കുടിക്കാനും കൂടി പറ്റാത്ത അവസ്ഥയുണ്ട്. പഞ്ചായത്താരും ആരോഗ്യവകുപ്പും ഇതിനെപ്പറ്റി തിരിഞ്ഞു നോക്കിയിട്ടില്ല. സാധാരണ നമ്മൊരു കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ ആരോഗ്യവകുപ്പിനെ വെള്ളം ടെസ്റ്റ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, ഇതൊന്നും ഇവരിത് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു അശ്രദ്ധ രീതിയിലാണ് ഈ തോട് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. മുൻപ് ഇത്തരത്തിൽ പരാതി ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ഇതേപറ്റി അറിയില്ലെന്നുമാണ് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം. മാലിന്യം തോട്ടിലേക്ക് ഒഴുകുന്നതിനുള്ള പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ഹോളി ഗ്രേസ് അക്കാദമി അധികൃതരും പ്രതികരിച്ചു. ജനം, തൃശൂർ. കൊട്ടിഘോഷിച്ച് സർക്കാർ പ്രഖ്യാപിച്ച കാരവൻ ടൂറിസം കട്ടപ്പുറത്ത്. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വൻ മുതൽക്കൂട്ടാകുമെന്ന് അവകാശപ്പെട്ടു തുടങ്ങിയ പദ്ധതി പേരിനൊരു കാരവൻ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. വിനോദസഞ്ചാര വകുപ്പിന്റെ വൻ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് കാരവനും കാരവൻ പാർക്കും തുടങ്ങാൻ പണം നിക്ഷേപിച്ച സംരംഭകരിൽ മിക്കവരും കോടികളുടെ നഷ്ടത്തിലാണ്. കേരളത്തിന് പുതിയൊരു ടൂറിസം പ്രോജക്റ്റ് എന്ന് വിശേഷിപ്പിച്ചാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കാരവൻ പാർക്കുകൾ പ്രഖ്യാപിച്ചത്. ആഡംബര യാത്രയ്ക്കൊപ്പം പ്രകൃതി രമണീയമായ സ്ഥലത്ത് അതേ വാഹനത്തിൽ തന്നെ താമസ സൗകര്യവും ഒരുക്കുന്നതായിരുന്നു പദ്ധതി. കോടികൾ മുടക്കി നാടുനീളെ പ്രചാരം നൽകി. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനങ്ങൾ നടന്നു. ടൂറിസം മേഖലയിൽ മുമ്പെങ്ങുമില്ലാത്ത എന്തോ നടക്കാൻ പോകുന്നു എന്ന തോന്നലുണ്ടാക്കി. 4 സീറ്റും കിടക്കാനുള്ള സൗകര്യവും ശുചിമുറി മുതൽ ഹോം തിയേറ്റർ വരെയുള്ള സൗകര്യങ്ങളോടെ ഒരു കാരവൻ ഇറങ്ങാൻ 1 കോടിയോളം രൂപ വേണം. 20,000 മുതൽ 25,000 വരെ വാടക. മുടക്കുമുതൽ മുതലാകണമെങ്കിൽ പകുതിയിലധികം ദിവസം നിർത്താതെ ഓടേണ്ട അവസ്ഥ. 1500ഓളം കാരവാനുകൾ ഇറങ്ങാൻ 373 സംരംഭകർ രജിസ്റ്റർ ചെയ്തെന്നായിരുന്നു ടൂറിസം വകുപ്പിന്റെ അവകാശവാദം. 150ഓളം പാർക്കുകൾക്ക് പ്രപ്പോസലായെന്നും സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ തുടങ്ങി കാരവാനുകൾ നിർത്തിയിടാനുള്ള സൗകര്യത്തിൽ വരെ വെറും വാക്കല്ലാതെ വകുപ്പൊന്നും ചെയ്തില്ല. സംസ്ഥാനത്തെ പ്രമുഖ ഹിൽ സ്റ്റേഷനായ പൊന്മുടിയിൽ KTDC കാരവൻ പാർക്കുകൾ ഒരുങ്ങുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പദ്ധതി പ്രാബല്യത്തിൽ വന്നത് 2021. പ്രചരണ വീഡിയോ അടക്കം ആദ്യ വർഷം പരസ്യത്തിന് ചെലവായത് 90 ലക്ഷം രൂപ. രണ്ടാം ഘട്ട പരസ്യത്തിന് 1,07,00,000 വേറെയും. ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ മാറുന്ന അഭിരുചിക്കനുസരിച്ചായിരുന്നു പദ്ധതി എന്നാണ് ടൂറിസം വകുപ്പ് ഇപ്പോഴും പറയുന്നത്. പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിലും സംരംഭകരെ പെഴുവലിയിലാക്കുന്നതിനും പക്ഷേ മറുപടിയുമില്ല. ജനം, തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ്. KP.